ഓം നമഃശിവായ. ഈ വീഡിയോയിൽ രാഹുവിന്റെ ദശാകാലത്ത് ജാതകർക്ക് അനുഭവമാകുന്ന ദശാഫലങ്ങൾ പറയാം. ലഗ്നം തൊട്ട് എണ്ണുമ്പോൾ 4, 5, 10, 11 ഈ ഭാവങ്ങളിൽ ജനന സമയത്തെ ഗ്രഹനിലയിൽ നിൽക്കുന്ന രാഹു ജാതകർക്ക് യോഗ ഫലത്തെ പ്രദാനം ചെയ്യുന്ന ഗ്രഹമാണ്. ഈ കാലം ജാതകർക്ക് വളരെ ശുഭകരങ്ങളായ ഫലങ്ങൾ ജാതകർക്ക് നൽകുകയും ചെയ്യും. രാഹുവിൻ്റെ ദശാകാലത്ത് സുഖഹീനതയും പലവിധ രോഗങ്ങളും, പ്രത്യേകിച്ച് ത്വക്ക് രോഗങ്ങൾ, ഭാര്യയുമായും സന്താനങ്ങളുമായും വിയോഗം, ബാല്യത്തിലാണ് രാഹു ദശാകാലം വരുന്നതെങ്കിൽ ദുരിതവും വിദ്യാഭ്യാസ തടസ്സങ്ങളും, വാർദ്ധക്യത്തിലാണ് രാഹു ദശാകാലം വരുന്നതെങ്കിൽ വായ്, കണ്ണ്, പല്ല് മുതലായവയുമായി ബന്ധപ്പെട്ട രോഗാതിപീഡകളും, സ്ഥാനഭ്രംശവും, പരദേശവാസവും, കുടുംബത്തിൽ നിന്ന് വേർപിരിയുക, അധികാരനഷ്ടം ഉണ്ടാകുക, വിഷഭയം, തസ്കരഭയം മുതലായ അനിഷ്ടങ്ങളും സംഭവിക്കും. രാഹു ഇഷ്ടഭാവത്തിലും അനുകൂല രാശികളിലും ബലവാനായി നിൽക്കുമ്പോൾ പലവിധ ശുഭഫലങ്ങളും രാഹു പ്രദാനം ചെയ്യും. രാഹുദശയുടെ ആദ്യകാലത്ത് ആയുധം, അഗ്നി, ഗവൺമെന്റ്, കള്ളന്മാർ, വിഷം, ശത്രുക്കൾ എന്നിവരിൽ നിന്ന് ഉപദ്രവങ്ങൾ ഉണ്ടാകും. ശിരോരോഗങ്ങളും ബന്ധുക്കളുമായി വിയോഗവും ഉണ്ടാകും. സ്വജനങ്ങൾക്ക് അരിഷ്ടതകളും മാനസിക പ്രയാസങ്ങളും ബുദ്ധിഭ്രമവും ഉണ്ടാകും. ദശാമധ്യത്തോടുകൂടി ഗവൺമെന്റിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടുക, ധനധാന്യ സമൃദ്ധി ഉണ്ടാകുക, ഭാര്യയ്ക്കും സന്താനങ്ങൾക്കും സൗഖ്യവും ഐശ്വര്യവും, മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് അഭീഷ്ട സിദ്ധിയും, വ്യാപാരം, വ്യവസായം, ഉദ്യോഗസ്ഥ തലങ്ങളിലും മറ്റും ഉള്ളവർക്ക് വളരെ മെച്ചപ്പെട്ട കർമ്മ ഗുണാനുഭവങ്ങളും സൽകീർത്തിയും തുടങ്ങിയ സൽഫലങ്ങൾ അനുഭവം ആകും. ദശയുടെ അന്ത്യകാലത്ത് ധനനഷ്ടം, ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾക്ക് ഹാനി, ത്വക്ക് രോഗങ്ങൾ, പിതാവ്, ഗുരുജനങ്ങൾ തുടങ്ങിയവർക്ക് അരിഷ്ടതകൾ, ഭൃത്യജനങ്ങൾക്ക് നാശം, നീച ജനങ്ങളിൽ നിന്നും അപമാനം തുടങ്ങിയ അനിഷ്ട ഫലങ്ങളും അനുഭവം ആകും. 18 വർഷമാണ് രാഹു ദശാകാലമായി ഒരു ജാതകന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇതിനു പുറമെ മറ്റ് ഗ്രഹങ്ങളുടെ ദശാകാലത്ത് രാഹുവിന് അപഹാര കാലങ്ങളുമുണ്ട്. വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ. ഓം നമഃശിവായ.